മൂന്നാമത് ഒരു വർഷത്തിലേക്ക് പിന്നിടുമ്പോൾ ഈ ഒരു വർഷക്കാലത്തിൽ ഏറ്റവും അധികം തവണ ഇവിടെ സന്ദർശിച്ച പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിന്റെ മനീഷച്ചൻ്റെയും ഞായറാഴ്ച നേതൃത്വത്തിലാണ് ഏറ്റവും അധികം സന്ദർശിച്ചിട്ടുള്ളതും ഏറ്റവും അധികം പ്രോഗ്രാമുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളതും. ഏറെ സന്തോഷമുള്ളതെന്ന് ചോദിച്ചാൽ വളരെ ഭംഗിയായി നല്ല രീതിയിൽ സാമ്പത്തികം മുടക്കി നിങ്ങൾ ഇവിടെ ഒരു പന്തലൊക്കെ ഇട്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പന്തലൊക്കെ ഇട്ട് ഒരു ടീം ഇവിടെ പ്രവർത്തനം, ഒരു നല്ല ഒരു എന്റർടൈൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിലെ പ്രിയപ്പെട്ടവർ, മനീഷയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവർ, അവരെല്ലാവരും നല്ല തിരക്കുള്ള സമയമാണെങ്കിലും സമയം കണ്ടെത്തി ഈ കാരുണ്യ ഭവനിലേക്ക് കടന്നു വന്നു. ഈ ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടികൾ സമ്മാനിച്ചു, വിഭവസമൃദ്ധമായ സദ്യ അവർ നൽകുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പന്തലിട്ട് എല്ലാവരും ചേർന്ന് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. ഗായക സംഘങ്ങൾ മനോഹരമായ ഗാനങ്ങൾ പാടി വളരെ മനോഹരമായ രീതിയിൽ ഈ മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നും അഭിമാനപൂർവ്വം പറയാൻ പറ്റും, സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലുകാരാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു വർഷക്കാലത്തിൽ ഏറ്റവും അധികം ഇവിടെ സഹകരിച്ചിട്ടുള്ളത്. അത് നേതൃത്വം നൽകുന്ന വന്യനായ മനീഷച്ചൻ, എൻ്റെ ചുമതല, എൻ്റെ ട്രസ്റ്റി, സെക്രട്ടറി, യുവനപ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇടവക അംഗം കൂടിയായി നയനാനിച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടുള്ള ഹൃദ്യമായ സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കാണിച്ച് ഈ മനസ്സിന് ഏറ്റവും നന്ദി അറിയിക്കുന്നു. കാരണം ഈ വീടും ഒക്കെ നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചു. മാനസികമായൊരു വളരെ സന്തോഷവും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ഓണമാണ് നിങ്ങൾ സമ്മാനിച്ചത്. കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തോട്, അതിൻ്റെ പ്രവർത്തകരോട്, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഇടവകയിലെ എല്ലാ ആത്മീയ സംഘങ്ങളും പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നു. എല്ലാവരോടുമുള്ള ഹൃദ്യമായ നന്ദിയും സ്നേഹവും പൗലോസ് മാർ പക്കോമിയോസ് കാരുണ്യ ഭവന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നിങ്ങളിവിടെ കടന്നു വരുവാൻ ഇടയാണെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ 35ഓളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവർ, അതോടൊപ്പം തന്നെ പലവിധ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ഉള്ള പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള 35 പേരുണ്ട്. ഏറ്റവും ചെറിയ ആൾ മുതൽ 25-26 ഓൾഡ് ഏജ് ഹോമായിട്ടാണിത് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഓൾഡ് ഏജ് അല്ലാത്ത കുറേ പേര് കൂടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ഇങ്ങനെ ഇവിടെ താമസിപ്പിക്കാറുണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ താമസിപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ കൊണ്ടുവന്നാക്കണം. നമ്മൾ വിളിക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ആവശ്യം വിളിക്കുമ്പോൾ അവരുടെ വന്ന് ആശുപത്രി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഇടയാകണം. ബെഡഡനായിട്ടുള്ള ആളുകളെ നമ്മളിവിടെ പാർപ്പിക്കുന്നത്, അത് പാലിയേറ്റീവാണ്, ഇവിടെ ഇല്ല. അല്ലാതെ സ്വയമായ കാര്യങ്ങൾ, അത്യാവശ്യം കുളിക്കാനും നനയ്ക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ, പാത്രം എടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പാർപ്പിക്കുന്നത്. ആ രീതിയിലാണ് ഇവരെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ദേശത്തുള്ള പ്രിയപ്പെട്ടവരുണ്ട് ഈ സ്ഥലത്ത് ഉണ്ട്. രാവിലെ അവരെണ്ണിച്ച് അവരുടെ പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച്